നമസ്കാരം, മലയാളി വാർത്തയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ദിവസം വളരെ വേദനാജനകമായ ഒരു വാർത്തയാണ് നമ്മളെ തേടിയെത്തിയത്. നമ്മുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട നടൻ സലീം കുമാർ അന്തരിച്ച വാർത്ത. അദ്ദേഹത്തിൻ്റെ സംസ്കാര ചടങ്ങുകളൊക്കെ കഴിഞ്ഞ ദിവസം നടന്നിരുന്നു. അദ്ദേഹത്തിന് ശാന്തമായ അന്ത്യവിശ്രമം ഒരുക്കിയിരിക്കുകയാണ് ഏവരും. എന്തായാലും ഒരുപാട് പേരാണ് അദ്ദേഹത്തെ അവസാനമായ ഒരു നോക്ക് കാണാൻ എത്തിയത്. ഒരുപാട് പേർ അനുശോചനം അറിയിക്കുകയുണ്ടായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി സലീം കുമാറിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ചിരുന്നു. സലീം കുമാറിൻ്റെ വിയോഗത്തിൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നായിരുന്നു മോദി എക്സ് പ്ലാറ്റ്ഫോമിലൂടെ പങ്കുവച്ച കുറിപ്പ്. വൈവിധ്യമാർന്ന കഥാപാത്രങ്ങളിലൂടെയും അവിസ്മരണീയമായ പ്രകടനങ്ങളിലൂടെയും തൻ്റെതായ വ്യക്തിമുദ്ര പതിപ്പിച്ച നടനാണ് സലീം കുമാർ എന്നും കുടുംബത്തിൻ്റെയും ആരാധകരുടെയും ദുഃഖത്തിൽ പങ്കുചേരുന്നുവെന്നുമായിരുന്നു മോദി എക്സിൽ കുറിച്ചത്. ലോക്സഭാ പ്രതിപക്ഷ നേതാവ് രാഹുൽ ഗാന്ധിയും അനുശോചനം അറിയിച്ചിരുന്നു. എന്നാലും കഴിഞ്ഞ ദിവസമാണ് സംസ്കാരം വീട്ടുവളപ്പിൽ പൂർത്തിയായത്. ഔദ്യോഗിക ബഹുമതികളോടെയാണ് ചടങ്ങുകൾ നടത്തിയത്. മക്കളായ ചന്തുവും ആരോമലുമാണ് ചിതയ്ക്ക് തീ കൊളുത്തിയത്. പ്രിയ താരത്തിനെ അവസാനമായി കാണാനും അന്ത്യാഞ്ജലി അർപ്പിക്കാനുമായി ഒരുപാട് പേരാണ് ആ വീട്ടിലേക്ക് ഒഴുകിയെത്തിയത്. മാത്രമല്ല, ഈ സംസ്കാര ചടങ്ങുകൾ നടക്കുന്നതിനിടയിൽ ജനങ്ങളൊക്കെ കുന്നുകൂടിയത് അത് മകൻ ചന്തുവിനെ വളരെയധികം ചൊടിപ്പിച്ചു. ജനങ്ങളോട് മാറി നിൽക്കുക, അവിടെ നിന്ന് മാറി നിൽക്കുന്ന ആക്രോശിക്കുന്ന വീഡിയോ ഒക്കെ നമുക്കറിയാം. ആ വേദന എത്രമാത്രം ഉണ്ടാകുമെന്ന് നമുക്ക് പറഞ്ഞ് അറിയിക്കാൻ പറ്റാത്ത വേദനയാണ്. പിതാവ് നഷ്ടപ്പെടുമ്പോൾ നമുക്ക് ആരാധകർക്ക് വരെ എന്തുമാത്രം വേദനയാണ്. അപ്പോൾ പിതാവിനെ നഷ്ടപ്പെടുമ്പോൾ ആ കുട്ടിക്കുണ്ടാകുന്ന അല്ലെങ്കിൽ ആ മകനുണ്ടാകുന്ന ഒരു വിഷമം അത് നമുക്ക് ചിന്തിക്കാവുന്നതിലപ്പുറമാണ്. എന്തായാലും ആ കാഴ്ചകളൊക്കെ അത്തരത്തിൽ നാടകീയമായ ചില സംഭവ വികാസങ്ങൾ കൂടി അരങ്ങേറുകയുണ്ടായി. മുഖ്യമന്ത്രി വി ഡി സതീശനും കെ സി വേണുഗോപാലും സംസ്കാര ചടങ്ങുകളിൽ പങ്കെടുത്തു. കൂടാതെ സിനിമ, രാഷ്ട്രീയ, സാംസ്കാരിക മേഖലകളിലെ നിരവധി പേർ സലീം കുമാറിന് അന്തിമ ഉപചാരം അർപ്പിക്കാൻ എത്തി. പറവൂർ ടൗൺ ഹാളിലെ പൊതുദർശനത്തിൽ കലാ സാംസ്കാരിക മേഖലയിലെ പ്രമുഖർ അടക്കം ആയിരങ്ങളാണ് അന്ത്യാഞ്ജലി അർപ്പിച്ചത്. സഹോദരന്റെ വേർപാടാണ് സലീം കുമാറിന്റെ മരണത്തിലൂടെ ഉണ്ടായതെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ അനുസ്മരിച്ചു. സലീം കുമാറിന്റെ അന്ത്യാഭിലാഷ പ്രകാരം മതചടങ്ങുകൾ ഒഴിവാക്കിയായിരുന്നു സംസ്കാരം. ടൗൺ ഹാളിലെ പൊതുദർശനത്തിനൊടുവിൽ കോൺഗ്രസ് പതാക പുതപ്പിച്ചാണ് സലീം കുമാറിന്റെ ഭൗതിക ശരീരം ആംബുലൻസിലേക്ക് കയറ്റിയത്. സലീം കുമാറിന്റെ വിയോഗത്തിൽ ദുഃഖമറിയിച്ച് രാഹുൽ മാങ്കൂട്ടത്തിൽ എത്തിയിരുന്നു, ദിലീപും എത്തിയിരുന്നു. ഇവർ രണ്ടുപേരും ഒന്നിച്ചെത്തിയത് കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഇവർ രണ്ടുപേരും ഒന്നിച്ച് നിൽക്കുന്ന വീഡിയോകളും മാത്രമല്ല മറ്റു ചില സംഭവങ്ങളും ഒക്കെ നിർണായകമായി മാറി. പ്രത്യേകിച്ച് രാഹുൽ മാങ്കൂട്ടത്തിലും ദിലീപും കാറിലേക്ക് കയറാൻ നിൽക്കവേ ഒരു പോലീസുകാരൻ കുട പിടിക്കുക, മഴ പെയ്യുന്നുണ്ടായിരുന്നു, കുടയുമായി രാഹുൽ മാങ്കൂട്ടത്തിലും ദിലീപിനരികിലേക്കും എത്തി. പക്ഷേ രാഹുൽ മാങ്കൂട്ടത്തിൽ കുട വേണ്ട എന്ന് പറഞ്ഞ് തട്ടി മാറ്റുന്ന ഒരു കാഴ്ച കൂടി കഴിഞ്ഞ ദിവസം അരങ്ങേറുകയുണ്ടായ. ശേഷം ഒരേ കാറിലാണ് രാഹുലും ദിലീപും അങ്ങോട്ടേക്ക് പോയത്. എന്തായാലും അങ്ങനത്തെ ചില നാടകീയമായ കാഴ്ചകൾ കൂടി കഴിഞ്ഞ ദിവസം കാണാനിടയായി. ഒരുപാട് പേർ ദുഃഖത്തോടെ ഒഴുകിയെത്തുന്ന കാഴ്ചയൊക്കെ കാണുവാനിടയായി. പ്രത്യേകിച്ച് പാലക്കാട് MLA രമേശ് പിഷാരടി ഈ ചടങ്ങുകളിൽ പങ്കെടുത്തിരുന്നു. അദ്ദേഹം എത്തിയിരുന്നു. നടി മീര ജാസ്മിൻ, നവ്യ നായർ അടക്കമുള്ള നടിമാർ എത്തിയിരുന്നു. നടൻ ജയറാം എത്തിയിരുന്നു. സുരേഷ് ഗോപി അനുശോചനം അറിയിച്ചു. രാഷ്ട്രീയപരമായി ഞങ്ങൾക്ക് എതിർപ്പുകളുണ്ട്, ഞങ്ങൾ രണ്ട് തട്ടിലാണ് എന്നതടക്കമുള്ള വാക്കുകളാണ് സുരേഷ് ഗോപി പങ്കുവച്ചത്. മന്ത്രി PC വിഷ്ണുനാഥ് ഉണ്ടായിരുന്നു, ഹൈബി ഈഡൻ MP ഉണ്ടായിരുന്നു. അതുമാത്രമല്ല ഒരുപാട് സിനിമാ ലോകത്തിൽ നിരവധി പേർ അദ്ദേഹത്തെ അവസാനം ഒരു നോക്ക് കാണാൻ, ഷെയ്ൻ നിഗം അടക്കമുള്ള നടന്മാർ, ജയസൂര്യ എത്തിയിരുന്നു. അങ്ങനെ ഒരുപാട് പേർ അദ്ദേഹത്തെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ, അന്തിമോപചാരം അർപ്പിക്കാൻ എത്തിയിരുന്നു. കുടുംബത്തിൻ്റെ വേദന അവർ എന്ത് വാക്കുകൾ പറഞ്ഞ് ആശ്വസിപ്പിക്കണമെന്നറിയാതെ കുഴങ്ങുകയായിരുന്നു അക്ഷരാർത്ഥത്തിൽ എത്തിയവർ. നാദിർ ഷാ അടക്കമുള്ളവർ ആ മൃതദേഹത്തിനരികിൽ പൊട്ടിക്കരയുന്ന കാഴ്ചയൊക്കെ കഴിഞ്ഞ ദിവസം നമ്മൾ കാണുകയുണ്ടായി. പൊന്നമ്മ ബാബു അടക്കമുള്ളവർ, ഒരുപാട് സിനിമകളിൽ സലീം കുമാറിനൊപ്പം അഭിനയിച്ച പൊന്നമ്മ ബാബു അടക്കമുള്ള നടിമാർ എത്തിയിരുന്നു. ഹരിശ്രീ അശോകൻ, നമുക്കറിയാം മലയാളത്തിൻ്റെ പ്രിയപ്പെട്ട കോമഡി താരങ്ങളാണ് സലീം കുമാർ, ഹരിശ്രീ അശോകൻ, കൊച്ചിൻ ഹനീബയൊക്കെ. അപ്പോൾ ഇതിൽ ഈ സലീം കുമാറിൻ്റെയും കൊച്ചിൻ ഹനീബയുടെയും അതുപോലെ തന്നെ ഒരുപാട് പേരുണ്ട്. കലാഭവൻ മണി, നെടുമുടി വേണു, ഇന്നസെൻ്റ് അടക്കമുള്ളവരുടെ വേദനയൊക്കെ മലയാളത്തിന് തീരാത്ത നഷ്ടമാണ്. അത് നികത്താൻ, ആ ഒരു വിടവുകൾ നികത്താൻ ആരും തന്നെ ഇല്ല. അപ്പോൾ ആ ഒരു കൂട്ടത്തിലേക്ക് സലീം കുമാറും ആ ഒരു വലിയൊരു നഷ്ടത്തിൻ്റെ പട്ടികയിലേക്ക് അദ്ദേഹവും ഇടം പിടിച്ചിരിക്കുന്നു. വളരെ വേദനാജനകമായ ഒരു വാർത്തയായി അല്ലെങ്കിൽ ഒരു സംഭവമായി ഇത് മാറിയിരിക്കുകയാണ്. നമ്മൾ ഒരുപാട്, പ്രത്യേകിച്ച് തലമുറ ഭേദമില്ല എങ്കിൽ പോലും 90s കുട്ടികളുടെ ഒരു വലിയൊരു വികാരമാണ് ഈ നടന്മാരൊക്കെ. അവർ നമ്മൾ കുടുകുടാ ചിരിപ്പിച്ചു, ഒരുപാട് തമാശകൾ പറഞ്ഞു, അവരോട് ഒരുപാട് സിനിമകളൊക്കെ ഇന്നും റിപ്പീറ്റ് വാല്യൂ ഉള്ള ഒരുപാട് സിനിമകൾ നമുക്ക് കാഴ്ചവെച്ച് നമുക്ക് മുന്നിലേക്ക് തന്നുപോയ താരമാണ് അദ്ദേഹം. എന്തായാലും വളരെ വേദനാജനകമായ ഒരു വിയോഗ വാർത്തയായി ഇത് മാറിയിരിക്കുകയാണ്. മാത്രമല്ല മറ്റൊരു കാഴ്ച കൂടി എപ്പോഴും ഉണ്ടാകുന്ന ഒരു സംഭവമാണ്, ഈ സെലിബ്രിറ്റികളൊക്കെ ഇത്തരത്തിൽ
മരണപ്പെടുമ്പോൾ അവരുടെ മരണത്തിന് പങ്കെടുക്കാൻ, ഇപ്പോൾ മരണത്തിന് മുന്നിൽ യാതൊരു സെലിബ്രിറ്റി അങ്ങനെ ഒന്നുമില്ല, മറിച്ച് എല്ലാവരും മനുഷ്യരാണ്. അപ്പോൾ ഈ സെലിബ്രിറ്റികളുടെ മരണത്തിൽ പങ്കെടുക്കാൻ എത്തുന്ന മറ്റ് സെലിബ്രിറ്റികൾ, അതായത് ഇപ്പോൾ ഒരു സിനിമാ നടൻ മരിച്ചാൽ അദ്ദേഹത്തിൻ്റെ മരണാനന്തര ചടങ്ങിലേക്ക് പങ്കെടുക്കാൻ ഒരുപാട് സിനിമാ താരങ്ങൾ എത്താറുണ്ട്. ഈ സിനിമാ താരങ്ങളെ കാണുമ്പോൾ നമുക്ക് പ്രത്യേകിച്ച് ഒരു ആകാംക്ഷ ഉണ്ടാകും. അവരെ കാണുന്നതും അവരോടൊപ്പം സെൽഫി എടുക്കുന്നതും ഫോട്ടോ എടുക്കുന്നതും ഒക്കെ നമുക്ക് വലിയൊരു ആകാംക്ഷയുള്ള കാര്യമാണ്. പക്ഷേ സമയോചിതം അല്ലെങ്കിൽ സമയകാലം ഏതാണ്, സന്ദർഭം ഏതാണ്, സമയം ഏതാണ്, സ്ഥലം എന്ന് പോലും നോക്കാതെ പലപ്പോഴും സെൽഫി എടുക്കാൻ വേണ്ടി ഓടിയെത്തുന്ന ഒരുപാട് പേരുണ്ട്. കഴിഞ്ഞ ദിവസം ഈ അദ്ദേഹത്തിൻ്റെ മരണത്തിന് പങ്കെടുക്കാൻ എത്തിയ ദിലീപിനരികിലേക്ക് ഒരു വ്യക്തി എത്തി സെൽഫി എടുക്കാൻ ഓടി വന്ന കാഴ്ചയൊക്കെ വളരെ വിമർശനത്തിന് വിധേയമായിരിക്കുകയാണ്. എന്തായാലും നിർണായകമായ ആ ഒരു സംഭവം, അതായത് ജനങ്ങളെല്ലാം വിവേകത്തോടെ പെരുമാറേണ്ടിയിരിക്കുന്നു. ഒരു മരണ വീട്ടിലെത്തുമ്പോഴല്ല ഇത്തരത്തിൽ സെൽഫി എടുക്കേണ്ടതെന്ന കാര്യം കൂടി ഒരിക്കൽ കൂടി ഓർമ്മിപ്പിക്കേണ്ടിയിരിക്കുന്നു എന്ന് തന്നെയാണ് നമുക്ക് പറയാനുള്ള. അത്തരത്തിലൊരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം അരങ്ങേറി. എന്തായാലും വളരെ വേദനയോടെയാണ് സിനിമാ ലോകമായിരിക്കുന്നത്. നികത്താനാകാത്ത ഒരു നഷ്ടമാണ് ഈ ഒരു മലയാള സിനിമയ്ക്ക് ഇപ്പോൾ ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിൻ്റെ വിയോഗത്തിലൂടെ. പല താരങ്ങൾക്കും അവരുടെ രാഷ്ട്രീയം തുറന്നു പറയാൻ വലിയൊരു മടിയുണ്ട്. പക്ഷെ അത്തരത്തിലൊരു മടിയൊന്നുമില്ലാതെ തൻ്റെ രാഷ്ട്രീയം ഇതാണ്, താനൊരു കോൺഗ്രസ്സുകാരനാണെന്ന് ഉറക്കെ പ്രഖ്യാപിച്ച വ്യക്തിയാണ് സലീം കുമാർ. അദ്ദേഹത്തിൻ്റെ വിയോഗത്തിൽ കെ സി വേണുഗോപാൽ എം പി, അതുപോലെ തന്നെ സണ്ണി ജോസഫ് അടക്കമുള്ളവർ അനുശോചനം അറിയിച്ചിട്ടുണ്ട്. ആദ്യം കെ സി വേണുഗോപാൽ എം പി എന്താണ് പറഞ്ഞതെന്ന് നോക്കാം. നടൻ സലീം കുമാറിൻ്റെ വിയോഗത്തിൽ അനുശോചനം അറിയിച്ച AICC സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി കെ സി വേണുഗോപാൽ എം പി, കോൺഗ്രസ്സുകാരനായതിൻ്റെ പേരിൽ മാത്രം വന്നു ചേരാത്ത ഒന്നിനെ നഷ്ടങ്ങളായി കാണാത്ത ധൈര്യത്തിൻ്റെ കൂടി പേരായിരുന്നു സലീം കുമാർ എന്ന് കെ സി വേണുഗോപാൽ പറഞ്ഞു. ലീഡറുടെ ശേഷിപ്പുകൾ ഉള്ളിൽ പേറിയ കോൺഗ്രസ്സുകാരനാണ് സലീം കുമാർ. സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് ഒരാൾക്ക് കഴുത്തിൽ മാലയിടാനുണ്ടെന്ന് പറഞ്ഞ് തന്നെ അച്ഛൻ കൂട്ടിക്കൊണ്ട് പോയ കഥ സലീം എന്നും ഓർത്ത് പറയാറുണ്ട്. മാലയിടുമ്പോൾ തൻ്റെ കവിളിൽ തലോടിയ കൈകൾ സാക്ഷാൽ കെ കരുണാകരൻ്റേതായിരുന്നുവെന്ന് പിൽക്കാലം ബോധ്യപ്പെടുത്തിയപ്പോൾ അടിമുടി കോൺഗ്രസ്സുകാരനായ സലീം കുമാർ കൂടി ജനിക്കുകയായിരുന്നു. വ്യക്തിപരമായി ഹൃദയബന്ധം ഉണ്ടായിരുന്ന മനുഷ്യനാണ് സലീം കുമാർ. കുടുംബവിശേഷവും സിനിമാ വിശേഷവും രാഷ്ട്രീയവും ഒരേ നിലയിൽ ചർച്ച ചെയ്യുന്ന സൗഹൃദം. നിയമസഭാ തിരഞ്ഞെടുപ്പ് കാലത്ത് ഓടി നടന്ന് കോൺഗ്രസിനായി പ്രചാരണം നടത്തിയ സലീം തങ്ങളുടെയൊക്കെ ഹൃദയത്തിൽ തന്നെ എക്കാലവും ജീവിക്കുമെന്നും കെ സി വേണുഗോപാൽ പറഞ്ഞു. തനത് ശൈലിയിലുള്ള അഭിനയം കൊണ്ട് മലയാള സിനിമയിൽ തൻ്റെതായ ഒരിടം നേടിയെടുത്ത പ്രതിഭാധനായ കലാകാരനായിരുന്നു സലീം കുമാർ എന്ന് KPCC പ്രസിഡന്റ് സണ്ണി ജോസഫ്. കലാകാരൻ എന്നതിലുപരി ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ആശയാദർശങ്ങളെ ചേർത്ത് പിടിച്ച് പ്രതിസന്ധി ഘട്ടങ്ങളിൽ പാർട്ടിയോടൊപ്പം നിന്ന വ്യക്തി, രാഷ്ട്രീയം പറയാൻ മടിക്കുന്ന സിനിമാ ലോകത്ത് നിന്ന് താനൊരു കോൺഗ്രസ്സുകാരനെന്ന് തുറന്നു പറഞ്ഞ് ആർജവത്തോടെ മുന്നോട്ട് വന്ന കലാകാരൻ, മലയാളികളുടെ ഹൃദയം കീഴടക്കിയ ആ ശബ്ദം നിശബ്ദമായാലും അദ്ദേഹം സമ്മാനിച്ച കഥാപാത്രങ്ങൾക്കും അതിൻ്റെ ഓർമ്മകൾക്കും മരണമുണ്ടാകില്ല എന്ന് KPCC പ്രസിഡന്റ് കൂടിയായ സണ്ണി ജോസഫ് പറഞ്ഞു. എന്തായാലും പ്രിയ കലാകാരന് കണ്ണീരോടെ വിട.